കുറച്ച് നാളുകളായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. കാര്യം സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് ഈ ഒരു ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി, ആർത്രോസ്കോപ്പി, ഈ സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ആളുകൾക്ക് ഒരു ചാർട്ട് കൊടുക്കും എക്സസൈസസിൻ്റെ. ഒരു 10-15 എക്സസൈസ് ഉള്ളതിൻ്റെ ഒരു ചാർട്ട്. അപ്പോൾ അതിലൊരു 4-5 എണ്ണമൊക്കെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് പറയും, നിങ്ങൾ വീട്ടിൽ പോയിട്ട് സെൽഫായിട്ട് ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഫിസിയോസിൻ്റെ സൂപ്പർവിഷനിൽ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇല്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ സ്വയം ഈ ചാർട്ട് നോക്കി ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ ഈ ചാർട്ട് നോക്കിയിട്ട് ആളുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഒരു വിഭാഗം ആളുകൾ വളരെ കൃത്യമായിട്ട് ആ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നല്ല റിസൾട്ടായിട്ട് വരുന്നുണ്ടാവും. നല്ല കാര്യം. പക്ഷേ മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, അതായത് ഈ ചാർട്ട് ഇതേപോലെ ടിക്കറ്റ് കൊടുത്തു വിടുന്നതിൻ്റെ അപകടം എന്താണെന്നുള്ളതാണ് ഞാൻ ഇതിൽ കൂടെ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. കാര്യം എല്ലാ പേഷ്യൻസും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി നിൽക്കുന്ന സമയത്ത് അവർക്ക് പലതരം ഫിയർ അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റേജ് എപ്പോഴും സ്റ്റേബിളോ അല്ലെങ്കിൽ പ്ലസൻ്റ് ആയിരിക്കണം എന്നുണ്ടാവില്ല. അപ്പോൾ ഈ സർജറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി ആ സമയത്ത് ഇതേപോലെ എക്സസൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പൊതുവെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് മടി കാണിക്കും, അല്ലെങ്കിൽ കുറച്ച് ചെയ്യുമ്പോഴേക്കും മതി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടാവാം. അപ്പോൾ ഇനീഷ്യൽ ഫേസ് ഓഫ് ആ ഒരു റീഹാബിലിറ്റേഷനിൽ ശരിയായിട്ടുള്ള രീതിയിൽ ആ ജോയിൻ്റെ റേഞ്ചും മൊബിലിറ്റിയും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് ഫർദർ കോംപ്ലിക്കേഷനിലേക്കായിരിക്കും, അതായത് വീണ്ടും പോകുന്നുണ്ടാവാം. അതുപോലെ തന്നെ പെയിൻ ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അത് പല ആളുകൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. കാര്യം ഈ സർജറിക്ക് ശേഷം തീർച്ചയായിട്ടും നമ്മളിപ്പോൾ റേഞ്ച് ഇമ്പ്രൂവ് ചെയ്യാനായാലും അല്ലെങ്കിൽ ആ ഒരു മൊബിലിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആക്കുവാനായിട്ടും നമ്മൾ ഓരോ എക്സസൈസസും അല്ലെങ്കിൽ ഓരോ മൂവ്മെൻറ്റ്സും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വേദനയും മറ്റ് ഡിസ്കംഫർട്ട്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പെയിൻ ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് ചെയ്യും, പിന്നെ അത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും. അതായത് വേദന എത്ര ലിമിറ്റ് വരെ ചെയ്യും, അത് കഴിഞ്ഞാൽ ചെയ്യില്ല, അത് അവിടെ വെച്ച് വിടും. അതുകൊണ്ടും ഈ പറയുന്ന പോലെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരുപാട് ലാഗ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ പേര് വിടുന്നുണ്ടാവുക, അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോട് ഇത് ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടായിരിക്കും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ടാവാം. പക്ഷേ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് എല്ലാവർക്കും അറിയാം, ചിലപ്പോൾ അവരുടെ ആ ഒരു ക്യാരക്ടറും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കുറച്ച് വേദനയൊക്കെ എടുത്ത് തുടങ്ങുമ്പോൾ അവർ ഷൗട്ട് ചെയ്യും. ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ബൈസ്റ്റാൻഡേഴ്സ് ആ വീട്ടുകാർ എന്നാൽ ശരി കിട്ടുന്നത് മതി എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് പോകും. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു ഇനീഷ്യൽ ഫേസ് ഓഫ് റീഹാബിലിറ്റേഷനിൽ ആ ഒരു ലാക്ക് വരുന്ന സമയത്ത് ആ ജോയിൻറ്റ്സ് സ്റ്റിഫ് ആവാനും ഫർദർ റിക്കവറി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന ആ ഒരു കാര്യം, ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടെ സ്ലോ ഡൗൺ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടു ബി സേഫർ സൈഡ് എപ്പോഴും ആ ഒരു ഇനീഷ്യൽ ഫേസ് ഓഫ് റീഹാബിലിറ്റേഷൻ പറ്റുവാണെങ്കിൽ ആ എൻറ്റയർ ആ ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് ഒരു ഫിസിയോൻ്റെ മേൽനോട്ടത്തിൽ വിടാനായിട്ട് ശ്രമിക്കുക. കാര്യം അത്തരത്തിൽ പോകുന്ന സമയത്ത് പലപ്പോഴും ഇതേപോലെ വേദന കാരണം അല്ലെങ്കിൽ പേടി കാരണം ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ മെല്ലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ആ ലിമിറ്റിനനുസരിച്ച് മെല്ലെ കൺട്രോൾഡ് ആയിട്ട് നമുക്ക് മൊബിലൈസേഷൻസും മൂവ്മെൻറ്റ്സും കാര്യങ്ങൾ ചെയ്ത് നമുക്ക് അവരെ നല്ലൊരു റിസൾട്ടിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാനായിട്ട്